നിങ്ങൾ ഒരുപാട് സമയം മൊബൈൽ നോക്കുന്നവരാണോ? ഒരുപാട് ഫിലിം കാണുന്നവരാണോ? തീർച്ചയായിട്ടും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണിന് ഇറിറ്റേഷൻ വരികയും തലവേദന വരുന്നതും സർവ്വസാധാരണയായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടോ? ഇന്നിതാ അതിൽ നിന്നും കംപ്ലീറ്റ് ആയ ഒരു ശാശ്വത പരിഹാരം. ഐ പ്രൊട്ടക്ഷൻ മൊബൈൽ ഗ്ലാസസ് പിക് എനിവൺ ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് ഇയർഫോൺസ് ആണ് തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പിക് എനിവണിൽ ബ്ലാക്ക് കളറും ട്രാൻസ്പെറന്റ് കളറും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ബ്ലൂ ലെൻസ് ടെക്നോളജിയാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത. അതായത് ഹാനികരമായിട്ടുള്ള മൊബൈലിൽ നിന്ന് വരുന്ന ബ്ലൂ രശ്മികളെ ചെറുത്ത് നിൽക്കാൻ ഈ ഒരു ഗ്ലാസുകൾ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് ഇത് വളരെ കൺവീനിയന്റ് ആയിട്ട് നിങ്ങളുടെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗപ്രദമാക്കാവുന്നതാണ്. മാത്രമല്ല ബ്ലൂ ലെൻസിൽ നിന്നും അല്ലെങ്കിൽ ബ്ലൂ രശ്മികളിൽ നിന്നും ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് കണ്ണിന് സുരക്ഷിതമായി നിൽക്കുന്നതുമാണ്. വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു ഗ്ലാസിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു നെക്ക് ബാൻഡും ഉപയോഗപ്രദമാണ്. ഹാൻഡ് ഫ്രീ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഗ്ലാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോകുമെന്നുള്ളൊരു പേടിയും വേണ്ട. വളരെ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഈ നെക്ക് ബാൻഡ് നിങ്ങൾക്ക് വളരെയധികം ഉത്തമമായി ഉപയോഗിക്കുവാനും സാധിക്കുന്നു. ഹാൻഡ് ഫ്രീ ആയിട്ടുള്ള കോളിംഗ് ആയിക്കൊള്ളട്ടെ, മൂവി കാണുന്ന സമയത്തോ അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തോ ഒക്കെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഉത്തമമായി ഉപയോഗിക്കാവുന്നതാണ്. ഈ രണ്ട് പ്രോഡക്റ്റുകളും ഇഷ്ടമായോ? ഞങ്ങളുമായി വേഗം തന്നെ ബന്ധപ്പെടൂ. ഹൈ പ്രൊട്ടക്ഷൻ മൊബൈൽ ഗ്ലാസ് ഇന്ന് മാത്രം ആവശ്യമാണ്. കാരണം മൊബൈലിൽ നിന്ന് വരുന്ന ആ ഒരു ബ്ലൂ ലൈറ്റ് ഉണ്ടല്ലോ, ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അതിനായിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇതിന് നമുക്ക് ട്രാൻസ്പെറന്റ് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാക്കിന്റെ ആ ഒരു ഫ്രെയിം ഉണ്ട്. ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 300 രൂപയ്ക്ക്. അതോടൊപ്പം തന്നെ നെക്ക് ബാൻഡ് ഇയർഫോൺ സൗജന്യമായിട്ട് വരുന്നു. അപ്പോൾ ഞാനിത് വേറെ ചെയ്തിരിക്കുന്നത് എല്ലാവരുടെ ഫേസിലേക്കും ഇണങ്ങുന്ന രീതിയിലാണ് ഈ ഒരു ഗ്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല കണ്ണിന് സേഫ്റ്റി വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കേട്ടല്ലോ, ഈ ഗ്ലാസ് നല്ല ഫ്രെയിം ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ബ്ലൂ ലൈറ്റ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ പോലും സ്റ്റുഡിയോയിൽ ഇത്രയും ലൈറ്റ് ഉണ്ട്. ഡയറക്റ്റ് അടിച്ചിട്ട് പോലും ഒരു ഇറിറ്റേഷൻ എനിക്ക് തോന്നുന്നില്ല. അതാണ് ആ ഒരു സംരക്ഷണം. മാത്രമല്ല ഇവിടെ നമുക്ക് നോക്കാം, കേട്ടല്ലോ, മാഗ്നറ്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ബട്ടും വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഇരിക്കുന്നത്. നമ്മുടെ കാതിലേക്ക് ഇണങ്ങുന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും നമുക്ക് ഉപയോഗിക്കാം. മാത്രമല്ല ബ്ലൂ ലെൻസ് ടെക്നോളജി നമ്മൾ ഹാംഫുൾ ആയിട്ടുള്ള ആ ഒരു ബ്ലൂ ലൈറ്റിനെ തടഞ്ഞ് സുഗമമായിട്ടുള്ള വിഷനാണ് നമുക്ക് ഉറപ്പുവരുത്തുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ സാധിക്കുന്ന ഈ ഒരു ബ്ലൂ ലൈറ്റ് നോർമൽ ആയിട്ട് വരുന്ന സമയത്തും ഈ ഒരു കണ്ണാടി ത്രൂ വരുന്ന സമയത്തും എന്തുമാത്രം മേജർ ഡിഫറൻസ് നമുക്ക് അറിയാൻ സാധിക്കുന്നു. ഇതുപോലെ ആയിരിക്കും ഫോൺ യൂസ് ചെയ്യുമ്പോൾ ആയിരുന്നാലും, ടി വി യൂസ് ചെയ്യുമ്പോൾ ആയിരുന്നാലും ശരി, ലാപ്ടോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തായിരുന്നാലും ശരി, ഹാംഫുൾ ആയിട്ടുള്ള ഈ ഒരു UV റേസ് നമ്മൾ ഇങ്ങനെ റെഗുലർ ആയിട്ട് കാണുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഐന്റെ പവർ കുറയാനുള്ള സാധ്യത വളരെ ശരിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. കണ്ടല്ലോ, ബ്ലൂ ലൈറ്റ് ടെസ്റ്റ് ഏരിയ, ആ ഒരു ഏരിയയിൽ കാണുമ്പോൾ ഡയറക്റ്റ് അടിക്കുമ്പോൾ എങ്ങനെയാണ് ബ്ലൂ ആയത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെ ഗ്ലാസ്സിലൂടെ അടിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സേഫ്റ്റിയാണ് നമ്മുടെ കണ്ണിലേക്ക് വരുന്നത്. അതായത് ഇതിൽ നിന്നും വരുന്ന ആ രശ്മികൾ, ബ്ലൂ ലൈറ്റ് രശ്മികൾ നമ്മുടെ കണ്ണടയിലോട്ട് വരുന്ന സമയത്ത് കണ്ണിലോട്ട് അത് പോകുന്നില്ല. അതിന് നമ്മുടെ കണ്ണിന്റെ സുരക്ഷയാണ് നമുക്ക് വേണ്ടത്. തീർച്ചയായിട്ടും. അപ്പൊ ഇതുപോലെ ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, വാട്സാപ്പിലൂടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, ഇ-കോമേഴ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നാലും ശരി, ഇല്ല കുറെ നേരം സോഷ്യൽ മീഡിയാസ് ഇതുപോലെ യൂസ് ചെയ്യുന്ന ആൾക്കാർ, യൂട്യൂബ് കാണുന്നതായിരുന്നാലും ശരി, ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ കുറെ നേരം ഇരുന്നിട്ട് നമ്മുടെ കുറെ ആൾക്കാർ കാണാറുണ്ട്. ഇതുപോലെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നാലും ശരി, ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കുവാൻ സാധിക്കുന്നു. ഇത് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബ്ലൂ റേസ് നമ്മുടെ കണ്ണിൽ വരാതെ നമ്മുടെ കണ്ണുകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ നൽകുവാനായിട്ടുള്ള ഒരു കണ്ണാടിയാണ് ഇത്. നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ. നമുക്ക് എന്തുമാത്രം ആവശ്യമാണ് ഈ ഒരു നെക്ക് ബാൻഡ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാൽ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി. ഇത് ചാർജ് ചെയ്യുക, റീചാർജ് ചെയ്യുക, ഉപയോഗിക്കാം. നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാം, കട്ട് ചെയ്യാം, സെന്റർ ബട്ടണിൽ പ്ലേ പോസ് ചെയ്യാം, അതുപോലെ തന്നെ വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഫോർവേഡ് ചെയ്യാം, റിവൈൻഡ് ചെയ്യാം. എല്ലാത്തിനും ഓപ്ഷൻ ആ നെക്ക് ബാൻഡിലുണ്ട്. കുറച്ച് കൺവീനിയന്റ് ആണ് സാധാരണ ഇയർഫോൺസിനെ അപേക്ഷിച്ച്. മാത്രമല്ല ഹൈ പ്രൊട്ടക്ഷൻ മൊബൈൽ ഗ്ലാസ് മേടിക്കുന്ന സമയത്ത് ആരെങ്കിലും നിങ്ങൾക്ക് ഇയർഫോൺ സൗജന്യമായിട്ട് കിട്ടും. എന്തുമാത്രം ആവശ്യം. ഇപ്പോ മൊബൈൽ ഇല്ലാതെ ലൈഫില്ല, ആ ഒരു അവസ്ഥയാണ്. എല്ലാവരും മൊബൈലിലാണ്, എന്ത് ബുക്ക് ചെയ്താലും മൊബൈലാണ്. അപ്പോൾ ആ ഒരു മൊബൈലിന് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, അതിന് വേണ്ടത് കണ്ണിന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ ആണ്. അതിന് നമുക്കൊരു ഗ്ലാസ് ആണ്. അപ്പോൾ ഗ്ലാസിന് മാത്രമല്ല പിക്കിന് ഓപ്ഷൻ ഉണ്ട്. ഇതാ നമുക്ക് ട്രാൻസ്പെറന്റ് ഒരു നമുക്ക് ഫ്രെയിം വരുന്നുണ്ട്. ഈ ഫ്രെയിം ആണ് ട്രാൻസ്പെറന്റ്. ബ്ലാക്ക് ഫ്രെയിം വരുന്നുണ്ട്. ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 390 രൂപയ്ക്ക് 80% ഡിസ്കൗണ്ട്. നോക്കുക, നമ്മൾ ഇങ്ങനെ കാണുന്ന സമയത്ത് കണ്ണിന് ഇറിറ്റേഷൻസ് ഉണ്ടാവുന്നില്ല. കുറെ പേര് ഒരുപാട് മൂവി ലവേഴ്സ്, പടങ്ങളൊക്കെ കാണുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ ഏത് സമയം ബിസിനസ്, ട്രേഡിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഏത് സമയം ലാപ്ടോപ്പിലായിരിക്കും. ആ സമയത്ത് വരുന്ന ആ ഒരു ബ്ലൂ ലൈറ്റ് ഇറിറ്റേഷൻ നൽകി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ അടച്ചു വെച്ചിട്ട് പോകാനേ തോന്നും. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു നെക്ക് ബാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഫോൺ വരുവാണെങ്കിൽ കുറെ നേരം ഫോണിൽ സംസാരിക്കാനായിരുന്നാലും ശരി, ഇതുപോലെ ചാർജ് ഇട്ട് സംസാരിക്കാൻ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു. ഇതുപോലെ ഫോണിൽ വീഡിയോ കോൾസ് ഒക്കെ ചെയ്യുന്ന സമയത്തായിരുന്നാലും ശരി, ഇല്ല നമുക്ക് എന്തെങ്കിലും ഓൺലൈനിൽ നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഫോൺ നമ്മൾ എടുത്താൽ തന്നെ ഈ ഒരു കണ്ണാടി ധരിക്കുന്നത് എന്ന് പറയുന്നത് ഏറ്റവും നല്ലതാണ്. കണ്ണിന്റെ ഇറിറ്റേഷൻ അല്ല, റെഡ്നെസ് വരാനുള്ള സാധ്യതയുണ്ട്, കണ്ണിന്റെ പവർ കുറയാനുള്ള സാധ്യത പോലും ഇതുപോലെ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അതാണ് നമുക്ക് നോക്കുക, ഇത് ഉപയോഗിച്ചതിന് ശേഷം എന്ത് നല്ല രീതിയിൽ നമുക്ക് കാണുന്നു. ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കുക. ഇറിറ്റേഷൻസ് ഇല്ല. അതായത് നമ്മളിപ്പം മൊബൈൽ
മൊബൈലിൽ നോക്കുന്നു, കുറേ നേരം നമ്മൾ നോക്കുന്നു എന്തെങ്കിലുമൊക്കെ ബിസിനസ് പരമായിട്ടും അല്ല. ഇപ്പോൾ ഒരു പ്രായം കഴിഞ്ഞ കുട്ടികൾക്ക് പോലും ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ ഒരുപാട് സ്റ്റഡി ചെയ്യുന്നത് മൊബൈലിൽ തന്നെയായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടത് ഇതുപോലത്തെ ക്ലാസ് എല്ലാവർക്കും ഉപയോഗിക്കാം, എല്ലാവരുടെ ഫേസിലേക്ക് നമുക്ക് ഇണങ്ങുന്ന. ഇതിൽ നമുക്ക് സ്റ്റൈലല്ല നോക്കേണ്ടത്, സേഫ്റ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങളുടെ കണ്ണുകൾക്ക് ഒരു സേഫ്റ്റി ആയിട്ട് ഈ ഒരു കണ്ണടകൾ ഇരിക്കുന്നതായിരിക്കും. അപ്പൊ ബ്ലൂ റേസ് നമുക്ക് വരുന്ന സമയത്ത് അത് ഈ ഒരു കണ്ണട ഇടുന്ന സമയത്ത് നമുക്ക് തടയാനുള്ള സാധ്യതയാണ് നിങ്ങൾക്ക് ഈ ഒരു ഗ്ലാസസ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പൊ ഇതിന് ഏത് ഏജ് പ്രായമൊന്നുമില്ല. ആരൊക്കെയാണ് അധികം നേരം ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർ, ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, TV കാണുന്ന ആൾക്കാർ, ആർക്കായിരുന്നാലും ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്ന ഏറ്റവും നല്ലൊരു കണ്ണടയാണ് പിക്ക് എനിവൺ. നമുക്ക് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പിക്ക് എനിവൺ ഓപ്ഷനിലാണ് 2 കളർ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ട്രാൻസ്പെറന്റ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ ബ്ലാക്ക് ഫ്രെയിമിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നു. പക്ഷേ നിങ്ങൾ ഏത് ഓർഡർ ചെയ്താലും സൗജന്യമായിട്ടാണ് ഈ ഒരു വയർലെസ് ആയിട്ടുള്ള നമുക്ക് നോക്കുകയാണെങ്കിൽ നെക്ക് ബാൻഡ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. മാത്രമല്ല കാസർഗോഡ് ആയിക്കോട്ടെ, മലപ്പുറം ആയിക്കോട്ടെ, ഇപ്പൊ എവിടെന്നായാലും നമ്മുടെ കേരളത്തിലെ എവിടെന്നായാലും എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഗ്ലാസ് തന്നെയാണ്. കാരണം നമ്മുടെ കണ്ണിന്റെ സുരക്ഷത വളരെ ആവശ്യമാണ്. കാരണം ഒരു പ്രായം കഴിയുമ്പോൾ തന്നെ നമ്മുടെ കാഴ്ചശക്തി കുറയുന്നതായിട്ട് നമുക്കറിയാം. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വരുന്നത്? കൂടുതൽ എന്താ പറയുക, ഈ ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ നോക്കുക, അതുപോലെ തന്നെ ലാപ്ടോപ്പ് ഉപയോഗിക്കുക, TV കാണുക കൂടുതൽ നേരം, അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് വെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്രയ്ക്ക് നമുക്ക് സുരക്ഷിതമാണ് നമ്മുടെ കണ്ണിന് നമുക്ക് നൽകുന്നത്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളായപ്പോൾ ഒരു രാവിലെ തൊട്ട് നമ്മൾ ചെയ്യുന്ന ജോലികൾക്കിടയിൽ അതായത് ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് രശ്മികൾ പതിച്ചു കഴിഞ്ഞാൽ കാഴ്ചശക്തി കുറയുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ബ്ലൂ ലൈറ്റിനെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റ് ചെയ്തു തരുന്ന ഉപയോഗം. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് കണ്ണിലോട്ട് പതിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഉപയോഗിക്കാം, നിങ്ങളുടെ ജോലിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് പിക്ക് എനിവൺ ഓപ്ഷനാണ്. ട്രാൻസ്പെറന്റ് ഫ്രെയിമും ഉണ്ട്, ബ്ലാക്ക് ഫ്രെയിമും ഉണ്ട്. ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 390 രൂപയ്ക്ക്. ഇതിനോടൊപ്പം തന്നെ ഏറ്റവും നല്ല നെക്ക് ബാൻഡ് ബ്ലൂടൂത്ത് ഇയർഫോൺ നമുക്ക് സൗജന്യമായിട്ട് വരും. തീർച്ചയായിട്ടും സൗജന്യമായിട്ടുള്ള ഈ ഒരു നെക്ക് ബാൻഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എല്ലാത്തരം ഫോണിനോടൊപ്പം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ഒരു കണ്ണട 2 നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പിക്ക് എനിവൺ ഓപ്ഷനിലായിട്ടാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്. ട്രാൻസ്പെറന്റ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ ബ്ലാക്ക് ഫ്രെയിമും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ മനസ്സിലാക്കാം. ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലാക്ക് ഫ്രെയിം ആണ്, കണ്ടല്ലോ. ഇത് എല്ലാവരുടെ ഫേസിലേക്ക് ഇണങ്ങുന്നു. ഇനി ഇത് മാത്രമാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു ഗ്ലാസിനോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് നോക്കാം. അത് മാഗ്നറ്റ് ആണ്, വളരെ നമുക്ക് സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കുഷൻ വന്നിരിക്കുന്നത്. നമ്മുടെ എന്താ പറയുക, ഒരുപാട് നേരം നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് ഒരു കുഴപ്പം ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാകുന്നില്ല കാതിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് സൗജന്യമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു ഗ്ലാസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബ്ലൂ ലെൻസ് ടെക്നോളജി, നമുക്ക് ബ്ലൂ ലൈറ്റിനെ കട്ട് ചെയ്ത് സുഗമമായിട്ടുള്ള ആ ഒരു വിഷൻ ആണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ കുറേ നേരം മൊബൈലൊക്കെ നോക്കിയാൽ നമുക്ക് തന്നെ അറിയാം കണ്ണിങ്ങനെ ഇട്ട് തിരുമുക. കാരണം കണ്ണിൽ നിന്ന് വെള്ളം വരിക, കണ്ണ് ചോക്ക്. ആൾക്കാർ ചോദിക്കും, ഇപ്പൊ വീട്ടിലുള്ളവർ ചോദിക്കും കണ്ണെന്താ ചോന്നിരിക്കുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കുറെ നേരം ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾക്ക് വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ എപ്പോഴും കരുതുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ ഫോണും നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 1 മണിക്കൂർ അല്ല യൂസ് ചെയ്യുന്നത്, ഒരു 3-4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ റീൽസ് ഒക്കെ കാണുന്ന ആൾക്കാർ സമയം പോകുന്നത് പോലും അറിയാണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവർക്കൊക്കെ ഈ ഒരു കണ്ണട ധരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത് അല്ലെ? അതാണ് വളരെ ശരിയാണ്. നോക്കുക, എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഇദ്ദേഹം മൊബൈൽ നോക്കുന്നത്. ഒരു ഏജ് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് എന്താ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണുന്ന സമയത്ത്. അപ്പൊ ഈ ഗ്ലാസ് കൂടെ നമ്മൾ ഇല്ലാതെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ ഒരു ഗ്ലാസ് തന്നെയാണ്. നോക്കുക, ഇത് കാണുന്ന സമയത്ത് അദ്ദേഹം ഹാപ്പിയാണ്, വേറെ ഒന്നുമില്ല, ആ ഇറിറ്റേഷൻ നമുക്ക് ഉണ്ടാവുന്നില്ല. അത് സ്വാഭാവികം. ഇപ്പൊ രാത്രി കാലങ്ങളാണ് ഏറ്റവും കൂടുതൽ മൊബൈലിൽ വരുന്ന ആ ഒരു ലൈറ്റ് എഫക്റ്റ് ആണ്. കാരണം നമ്മൾ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും, കിടന്നതിന് ശേഷം മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും. അപ്പൊ കുറെ ആൾക്കാർ ഈ ബെഡ്ഷീറ്റിന്റെ അടിയിലൊക്കെ ഇരുന്ന് ഫോൺ യൂസ്, അമ്മ അച്ഛനൊക്കെ ചീത്ത പറയുന്നു പറഞ്ഞിട്ട് കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള ആ ഒരു ബ്ലൂ റേസ് ആയിരിക്കും നിങ്ങളുടെ കണ്ണുകളിൽ പെടുന്നത്. കാരണം ഇരുട്ട് സമയത്ത് നമ്മൾ അധികം ഇതുപോലെ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡാമേജ് ആ ഒരു നേരത്തായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. വളരെ ശരിയാണ്. നോക്കുക, നെക്ക് ബാൻഡ് ഇയർഫോൺ സൗജന്യം. അത് എന്തുമാത്രം ആവശ്യമാണ്. സാധാരണ ഇയർഫോൺസ് വയേർഡ് ആണെങ്കിൽ ബുദ്ധിമുട്ട്, പക്ഷേ നെക്ക് ബാൻഡ് ആണെങ്കിൽ എല്ലാ സമയത്തും ഉപയോഗിക്കാം, കംഫർട്ട്. അത് മാത്രമല്ല ചാർജ് ചെയ്യുക, ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഐ പ്രൊട്ടക്ഷൻ മൊബൈൽ ഗ്ലാസ് ആണ്, പിക്ക് എനിവൺ ഓപ്ഷൻ ആണ്. അതിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ആ ഒരു ഫ്രെയിം സെലക്ട് ചെയ്യാം. 390 രൂപയ്ക്ക് ബ്ലാക്ക് ഫ്രെയിം ഉണ്ട്, ട്രാൻസ്പെറന്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു പ്രയോജനമായിട്ടില്ല, നിങ്ങളുടെ കണ്ണിനേക്ക് സുരക്ഷിത ഉറപ്പുവരുത്തുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് എപ്പോഴും മൂവീസ് കാണുന്നുണ്ടോ, അല്ല നിങ്ങൾ സോങ്സ് കാണുന്നുണ്ടോ, ക്രിക്കറ്റ് വാച്ച് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് വേണ്ടത് ഇയർഫോൺസ് ആണ്. ആരെയും ശല്യപ്പെടുത്താതെ, ആർക്കും ശല്യമാവാതെ നമുക്ക് മാറിയിരുന്ന് നമ്മുടേതായിട്ടുള്ള ലോകത്തേക്ക് നമുക്ക് ഇരുന്ന് പാട്ട് കേൾക്കാം, മൂവീസ് കാണാം. എല്ലാത്തിനും ഇയർഫോൺസ് ആവശ്യം. ഒരു കോൾ വരുന്ന സമയത്ത് എടുത്ത് സംസാരിക്കും. നിങ്ങളുടെ ജോലിക്കിടയ്ക്ക് പോലും നിങ്ങൾക്ക് ഇത് ആവശ്യമാണ്. നിങ്ങളൊരു ഡെലിവറി പേഴ്സൺ ആണ്, മാർക്കറ്റിന്റെ ഒപ്പാണ്, എന്തുമാത്രം ആവശ്യമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്, സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾ നോക്കുന്ന ആൾക്കാരാണ്, എപ്പോഴും ലാപ്ടോപ്പ് ഓൺ ചെയ്യുന്ന, എപ്പോഴും മൊബൈൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമാണ്
ആണ് ഈ ഒരു ഗ്ലാസ്. തീർച്ചയായും. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ ഇരുന്നിട്ട് സിനിമ കാണുന്ന സമയത്ത് ആ ഒരു സൗണ്ട് കാരണം ബാക്കിയുള്ളവരെന്തെങ്കിലും പറയും, എന്തോ നീ ഇത്രയും സൗണ്ട് വെച്ചിട്ട് കേൾക്കുന്നത്, നീ വേണമെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഹെഡ്ഫോൺ ഇട്ടുകൂടെ നമ്മളോട് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു ഹെഡ്ഫോൺ എന്ന് പറയുന്നത് ഇത് നെക്ക് ബാൻഡ് ആണ്. അപ്പൊ നമ്മുടെ കഴുത്തിൽ എപ്പോഴും കിടക്കുന്നതുകൊണ്ട് നമ്മൾ അറിയാണ്ട് എവിടെയെങ്കിലും വെച്ച് മിസ് ചെയ്യാനുള്ള ഒരു പേടി നിങ്ങൾക്ക് വേണ്ട, സൗജന്യമായിട്ടാണ് അത് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പൊ ഈ ഒരു കണ്ണാടി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നല്ലതാണ്. കാരണം കുറെ ആൾക്കാർ ഇപ്പോൾ ഓൺലൈനിൽ കൂടെയാണ്, ഇപ്പോൾ വാട്സാപ്പിൽ കൂടെ കുറെ ആൾക്കാർ ബിസിനസ് അവർ നടത്തുന്നുണ്ട്. ഇതുപോലെ ഓൺലൈൻ ഓർഡേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതുപോലെ ഡെലിവറി പേഴ്സൺസ് ആണെങ്കിലായിരുന്നാലും ശരി, ഇല്ല നമുക്ക് ഫോണിലൂടെയാണ് അധികം വർക്ക് ഉള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു കണ്ണട ധരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ ഇപ്പൊ കൊച്ചുകുട്ടികൾ പോലും ഒരു പ്രായം കഴിഞ്ഞ എന്താ പറയാ സ്റ്റുഡൻസ് പോലും ഇപ്പൊ ഒരുപാട് പേര് ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്കും ഇത് ആവശ്യമാണ്. കാരണം ഒരുപാട് നേരം നമ്മൾ ഗെയിം കളിക്കുന്ന കൂടുതൽ രാത്രി കാലങ്ങളായിരിക്കും. ബ്ലൂ ലൈറ്റ് കൂടുതൽ എഫക്ട് ചെയ്യുന്നത് രാത്രി തന്നെയാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. എല്ലാവർക്കും ഉപയോഗിക്കാം, എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും ഉപയോഗിക്കാം. 390 രൂപയ്ക്കാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങളുടെ കണ്ണിന്റെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. ഇതിന് നിങ്ങൾ 390 രൂപ ചെലവഴിക്കുന്നതിന് തെറ്റൊന്നുമില്ല. അതിനോടൊപ്പം സൗജന്യമായിട്ട് ഇയർഫോൺസ്, ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സെപ്പറേറ്റ് ഇതുപോലത്തെ നെക്ക് ബാൻഡ് ഇയർഫോൺസ് മാത്രം മേടിക്കാൻ പോയാലും കാശ് കൂടുതൽ കൊടുക്കണം. ഏകദേശം 500 രൂപ നമ്മൾ കൂടുതൽ മേടിക്കാറുണ്ട്. ഇവിടെ നമുക്ക് സൗജന്യമാണ് ഈ ഗ്ലാസിനോടൊപ്പം. ഇതല്ലേ ഓഫർ, ഇതല്ലേ ഡീല്, ഇതല്ലേ സെയില്. ഈ ഡീല് നിങ്ങൾക്കുള്ളതാണ്. ഡീല് നിങ്ങൾ യൂസ് ചെയ്യുക. ഞാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. മാത്രമല്ല പേഴ്സണലായിട്ട് ഈ ഗ്ലാസ് ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയതിനു ശേഷമാണ് ഈ മൊബൈലും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ സമയം കിട്ടുന്നത്. അപ്പോൾ രാത്രി ആവും. അപ്പോൾ രാത്രി നമ്മൾ എന്ത് ചെയ്യും, കിടന്നതിന് ശേഷമായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന മാച്ച് നോക്കുന്നത്, ക്രിക്കറ്റ് ആയിക്കോട്ടെ എന്തെങ്കിലും നോക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ഗ്ലാസ് ഞാൻ വെയർ ചെയ്യാറുണ്ട്. കാരണം ഡയറക്റ്റ് ആ ഒരു ബ്ലൂ ലൈറ്റ് എൻ്റെ കണ്ണിലോട്ട് വരാതിരിക്കാൻ. ഇപ്പോൾ തന്നെ സ്റ്റുഡിയോയിൽ ഇത്രയും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കൊന്നുമില്ല. നോർമലി വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ് ഈ ലൈറ്റ് ഡയറക്റ്റ് അടിക്കുമ്പോൾ. പക്ഷേ എന്നാലും ഒരു പരിധി വരെ ഗ്ലാസ് വെച്ചതിന് ശേഷം ഒരു ഇറിറ്റേഷനും ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് എവിടെ പോയാലും നമുക്ക് ഇത് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തായിരുന്നാലും നമ്മൾ ഫോണില്ലാതെ ഇപ്പോൾ ആ ഒരു ജീവിതമേ ഇല്ല. കാരണം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് മാക്സിമം ഫോണിലാണ്. എല്ലാവരുടെ കയ്യിലും ഒരു ഫോണിന് മേലെ 2 ഫോൺ 3 ഫോൺ വെച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഫോൺ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബ്ലൂ റേസ് കാരണം നമ്മുടെ കണ്ണുകൾക്ക് കുറേ നമുക്ക് എന്താ പറയുക ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ ക്വാളിറ്റിയും ഏകദേശം നമ്മൾ അറിയാണ്ട് നമ്മൾ ചവിട്ടിയാൽ പോലും പൊട്ടാത്ത ഏകദേശം നല്ല ക്വാളിറ്റിയിലാണ് ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വയസ്സായ ആൾക്കാരായിരുന്നാലും ശരി, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിരുന്നാലും ശരി, നിങ്ങളുടെ ജോലി പർപ്പസ് ആയിരുന്നാലും ശരി, ഇല്ലെങ്കിൽ നിങ്ങളുടെ നോർമൽ ആയിട്ടുള്ള ഒരു പർപ്പസിനായിരുന്നാലും ശരി, എല്ലാത്തിനും ഈ ഒരു കണ്ണാട ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിക്ക് എനിവൺ ഓപ്ഷനിൽ, അതായത് പിക്ക് എനിവൺ ഓപ്ഷനാണ്. ബ്ലാക്ക് ഫ്രെയിം വേണോ അല്ല ട്രാൻസ്പെറന്റ് ഫ്രെയിം വേണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഗ്ലാസ് ഇട്ടപ്പോഴാണ് ഈ ലൈറ്റിൽ നിന്ന് ഒരു സുരക്ഷ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. നമുക്കിപ്പോൾ 2 ഫ്രെയിം നമുക്ക് വരുന്നുണ്ട്, ബ്ലാക്ക് ഉണ്ട്, ട്രാൻസ്പെറന്റ് ഉണ്ട്. ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് ഈ ബ്ലാക്ക് ഫ്രെയിമാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ബ്ലാക്ക് ഫ്രെയിമാണ്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് കണ്ടല്ലോ ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് എന്ത് നല്ല സോഫ്റ്റ് എന്ന് പറയും ഇതിൻ്റെ കാതിൽ ആ കുഷൻ. അതുകൊണ്ട് കാത് നമുക്ക് വേനെടുക്കുന്നില്ല. ഇപ്പോൾ 2 പ്രോഡക്റ്റ് ഇത് നമുക്ക് തിരിച്ച് സൗജന്യമായിട്ടാണ് ഈ നെക്ക് ബാൻഡ് വരുന്നത്. നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള ബ്ലൂ ലൈറ്റിനെ കട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് നല്ലൊരു വിഷനാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ നമുക്ക് കണ്ണിന് ഇറിറ്റേഷൻസ് ഉണ്ടാവുന്നില്ല, കണ്ണിൽ നമുക്ക് റെഡ്നെസ് ആവുന്നില്ല, കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുന്നില്ല. അങ്ങനെ എല്ലാത്തിനും നമുക്ക് ആവശ്യത ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു മേജർ ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ സാധിക്കും. സാധാരണ കണ്ണുകളിലൂടെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ബ്ലൂ റേസ് നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ അത് നമ്മുടെ കണ്ണുകൾക്ക് ഇത് റെഗുലർ ആയിട്ട് ആ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് അത് കൂടുതലായിട്ടുള്ള ഡാമേജ് ആയിരിക്കും കൊടുക്കുന്നത്. നമ്മൾ എന്താ പണ്ടൊക്കെ നമുക്ക് അധികം ഫോൺസ് നമ്മളെ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ചെറിയ കുട്ടികൾ തൊട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾ തന്നെ കണ്ണട ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് പോലും കണ്ണട ഇടേണ്ട ഒരു ആവശ്യം നമുക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും കണ്ണാടി ധരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഈ ഫോൺ യൂസ് ചെയ്യുന്നത്, ബ്ലൂ ലൈറ്റ് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നതുകൊണ്ടാണ്. കണ്ടല്ലോ ഇദ്ദേഹം തന്നെ എത്ര നമ്മളെ കണ്ണിലെ ഇറിറ്റേഷൻ വന്നാൽ ആ മൊബൈൽ നമ്മൾ തലയിലോട്ട് വെക്കുന്നില്ല. അതാണ് നമ്മുടെ ഒരു എന്താ പറയാ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് എന്താണ് മൊബൈൽ നോക്കിക്കോളൂ, പക്ഷെ കണ്ണിനൊരു പ്രൊട്ടക്ഷൻ ഗ്ലാസ് വേറെ. അതാണ് നിങ്ങൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫോണിന് നിങ്ങൾ ഇത് വാങ്ങണം അത് വാങ്ങണം എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു എന്താ പറയാ 390 രൂപ ചെലവഴിക്കുന്നതിൽ ഒരിക്കലും ഒരു കുറ്റമാവുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു കണ്ണട വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫ് ആണ്. നമുക്കൊരു 40-30 വയസ്സായി കഴിഞ്ഞാൽ തന്നെ എല്ലാവരുടെ പവർ കുറയാൻ തുടങ്ങും. പെട്ടെന്ന് നമുക്ക് കണ്ണിൽ ഇറിറ്റേഷനും ഡ്രൈനെസ് ഒക്കെ വരാൻ തുടങ്ങും. തലവേദന ഇപ്പൊ കണ്ണുകൾ നമ്മൾ സ്ട്രെയിൻ കൊടുക്കും തോറും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൈഗ്രെയിൻ പ്രശ്നം വരാൻ തുടങ്ങും, ഇല്ല തലവേദന വരാൻ തുടങ്ങും. ഇങ്ങനെ എല്ലാം പ്രോബ്ലത്തിലേക്കാണ് എല്ലാം പോകുന്നത്. വളരെ ശരിയാണ്. നമുക്ക് വേണ്ടത് നെക്ക് ബാൻഡ് ഫ്രീ ആയിട്ട് നമുക്ക് വരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, സാധാരണ ഒരു ക്യാമറയുടെ ലെൻസ് കൂടിയ ലെൻസ് മേടിക്കാനായിട്ട് നമ്മൾ എത്ര രൂപ കൊടുത്ത് നമ്മൾ മേടിക്കും. ആ ലെൻസിന് അത്രയും വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ജനിക്കുമ്പോഴേ നമ്മളോടൊപ്പം ഇരിക്കുന്ന ഈ ലെൻസ് ആണ്. ഇത് നമുക്ക് ഡാമേജ് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതിന്റെ പവർ
പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. 390 രൂപയ്ക്ക് ഇത് മേടിച്ചോളൂ. ആ ഒരു ബ്ലൂ ലൈറ്റിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നു ഈ ഒരു ഗ്ലാസ്. അപ്പൊ ഫ്രീ ആയിട്ട് ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പിക്ക് ചെയ്യണി വേണം, നമുക്ക് നോക്കാം. ബ്ലാക്കും ട്രാൻസ്പെറന്റ് ഏതാണോ വേണ്ടത് ആ ഫ്രെയിം അനുസരിച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇറിറ്റേഷൻ കണ്ടല്ലോ, കണ്ണൊക്കെ ചുവന്ന് ഈ ഒരു ഇറിറ്റേഷൻ വന്നാൽ മൊബൈലിൽ തറയെ വെക്കൂല, ലാപ്ടോപ്പ് നമ്മൾ മടക്കി വെക്കൂല. നമ്മുടെ ജോലി IT ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് വളരെ നീഡായിരിക്കും ഒരു പ്രോഡക്റ്റ്. തീർച്ചയായിട്ടും കുറെ നേരം നമ്മൾ ലാപ്ടോപ്പ് നോക്കുന്ന ആൾക്കാർ എഡിറ്റേഴ്സ് ആണ്. ഇപ്പൊ ഇതുപോലെ നമ്മൾ കുറെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പൊ നമ്മൾ ഫോട്ടോഗ്രാഫിയിലുള്ള ആൾക്കാരായിരുന്നാൽ പോലും ഏത് തരത്തിലുള്ള ആൾക്കാർ അധികം ഫോണും ഇതുപോലെ എന്താ പറയാ ലാപ്ടോപ്സ് ആയിരുന്നാലും ശരി, TV ഉപയോഗിക്കുന്ന ആൾക്കാരായിരുന്നാൽ പോലും ഇത് ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം നമ്മുടെ എന്താ പറയാ ഒരു ഫോണിന്റെ ഒരു ലെൻസ് പൊട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷെ കണ്ണിന് അങ്ങനെ പറ്റില്ല. അങ്ങനെ പറ്റിയാൽ പോലും എത്ര ലക്ഷങ്ങൾ നമ്മൾ കൊടുക്കണം അതിനുശേഷം മെയിൻ്റെനൻസിന്റെ. അപ്പൊ എന്തിനാണ് നമുക്ക് ഉള്ള കാര്യം നമുക്ക് എപ്പോഴും നമ്മുടെ സൂക്ഷിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്കത് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതാണ്, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക്, അതായത് ഈ കണ്ണിന്റെ കാഴ്ചശക്തി നമ്മൾ വേണമെന്നിട്ട് ഇല്ലാതാക്കി ഈ ലെൻസ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ഫീൽ എന്താണെന്ന് മനസ്സിലാവും. കാരണം വേറെ ഒന്നുമില്ല, എവിടെ പോയാലും നമ്മൾ ഗ്ലാസ് കയ്യിൽ വെയർ ചെയ്യണം. മാത്രമല്ല നമ്മൾ കണ്ണിൽ ഇങ്ങനെ വെയർ ചെയ്ത് പോകണം. പിന്നെ അത് മാറ്റി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഇറിറ്റേഷൻസ്, ഡസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഒരു പ്രോബ്ലംസ്, മാത്രമല്ല എപ്പോഴും നമ്മൾ ഗ്ലാസ് ഉപയോഗിക്കുമ്പോൾ അതിലുണ്ടാവുന്ന ആ ഒരു മാർക്ക്. പക്ഷേ നിങ്ങൾ അതൊന്നും വരാതിരിക്കണം, കണ്ണിൽ റെഗുലർ ആയിട്ട് നിങ്ങൾ ഗ്ലാസ് ധരിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈൽ നോക്കുന്ന സമയത്ത് ഈ ഗ്ലാസ് ധരിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു ഗ്ലാസ് ധരിക്കുമ്പോൾ ഉള്ള ഡിഫറൻസ് നിങ്ങൾക്ക് നമ്മൾ പറയുന്നേക്കാട്ടിൽ നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. കാരണം എന്ത് തന്നെ നല്ലതാന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു കാര്യമില്ല. നമ്മളത് വാങ്ങിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കുമ്പോഴായിരിക്കും ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയുന്നത്. അതുപോലെ നമ്മൾ കണ്ണിന് കാഴ്ചശക്തി കുറഞ്ഞിട്ട് അന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ഇതിനു വേണ്ടി ചെയ്യാമായിരുന്നെന്ന് ആലോചിച്ചിട്ട് ഒരിക്കലും ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കാര്യം നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ള കാര്യം നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു കണ്ണട വാങ്ങിച്ച് ധരിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ പോലും അവർ ലാപ്ടോപ്പോ ഇല്ല നമ്മൾ അവർ ഫോണൊക്കെ കൊടുത്തിട്ട് അവർക്ക് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു കണ്ണാടി ധരിക്കാൻ പറയുക. കാരണം അത് ധരിക്കുന്നത് ആ ഒരു ബ്ലൂ റേസ് അവരുടെ കണ്ണുകളെ ഡാമേജ് ചെയ്യാണ്ടിരിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതാണ് വക്കീങ്കാരെ നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാം. വൈക്കം മാത്രമല്ല, കൊല്ലമായിക്കോട്ടെ, ഇനി കരുതാപ്പള്ളി ആയിക്കോട്ടെ, കായംകുളം ആയിക്കോട്ടെ, ട്രിവാൻഡ്രം ആയിക്കോട്ടെ, ആറ്റിങ്ങലായിക്കോട്ടെ, വർക്കലായിക്കോട്ടെ, ഓയൂരായിക്കോട്ടെ, അടൂരായിക്കോട്ടെ, ചെങ്ങന്നൂർ ആയിക്കോട്ടെ, തിരുവല്ല ആയിക്കോട്ടെ, ചങ്ങനാശ്ശേരി ആയിക്കോട്ടെ, എവിടെ നിന്നായാലും വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാം. നിങ്ങൾക്ക് വേണം, എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും വേണം. വേറൊന്നുമല്ല, എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. മൊബൈൽ ഇല്ലാത്ത ഇപ്പോൾ ഒരു ലൈഫ് ഇല്ലാത്ത, ഒരു ചിന്തിക്കാൻ പറ്റാത്ത ഒരു ലൈഫാണ് ഇപ്പോൾ മൊബൈൽ ഇല്ലാത്ത ഒരു ലൈഫ്. എന്തുകൊണ്ടാണ്? നമ്മൾ എന്തെങ്കിലും പേ ചെയ്താലും മൊബൈലിലാണ്, എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണോ അതും മൊബൈലിലാണ്. അത് മാത്രമല്ല, നമ്മളൊരു എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും കാണുന്നു, പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അറിവ് വേണം, നമ്മൾ ഗൂഗിളിലാണ് നമ്മൾ പോകുന്നത്, പോയി എന്തെങ്കിലുമൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് എടുക്കും. ആ ഒരു സമയത്ത് നമുക്ക് വേണ്ടത് മൊബൈൽ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും, കുട്ടികൾക്കായിക്കോട്ടെ, മുതിർന്നവർക്കായിക്കോട്ടെ, എല്ലാവർക്കും വേണ്ടത് മൊബൈലാണെങ്കിൽ മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടത് ഈ ഒരു ഗ്ലാസ് ആണ്. കാരണം അതിൽ നിന്ന് വരുന്ന ആ ഒരു ബ്ലൂ രശ്മികളാണ്, ആ ബ്ലൂ ലൈറ്റ് രശ്മികൾ നമ്മുടെ കണ്ണിലോട്ട് ഡയറക്റ്റ് പതിക്കുമ്പോൾ ഉണ്ടാവുന്നത് നമുക്ക് കാഴ്ചശക്തി കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് വേറെ ആ ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ കാലത്ത് നമ്മൾ എണിക്കുമ്പോൾ തന്നെ നമ്മളൊരു സമയം നോക്കാൻ തന്നെ ഫോണാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും ഫോൺ അത്യാവശ്യമാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ സമയം 12 മിനിറ്റ് മാത്രമാണ് ഇനി ബാലൻസ് ഉള്ളത്. അത്രേ ഉള്ളൂ. അപ്പൊ ഐ പ്രൊട്ടക്ഷൻ മൊബൈൽ ഗ്ലാസ് ആണ്. 2 ഫ്രെയിമുകളുണ്ട്, ട്രാൻസ്പെറന്റും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. അതിൽ ഏതാണ് വേണ്ടത് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇത് കണ്ടല്ലോ, ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ബ്ലാക്ക് ഫ്രെയിം ആണ്. കൊള്ളാല്ലേ? അതിനോടൊപ്പം തന്നെ നമുക്ക് ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് നമുക്ക് സൗജന്യമായിട്ട് വരുന്നു. അതെങ്ങനെയാണ്? ഇങ്ങനെയാണ്. കണ്ടല്ലോ, സിമ്പിൾ ആയിട്ട് നമുക്ക് മാഗ്നറ്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സിലിക്കോണിന്റെ ഏറ്റവും നല്ല നമുക്ക് എന്താ പറയാ ബഡ്സാണ്, നമുക്ക് കുഷനാണ്, നമുക്ക് കാത് വേദന എടുക്കില്ല ഒരുപാട് നേരം നമ്മൾ ഉപയോഗിച്ചാലും. അതുപോലെ തന്നെ കൺട്രോൾ പാനൽ നമുക്ക് റൈറ്റ് സൈഡ് ആണ്. നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാം, കട്ട് ചെയ്യാം, പ്ലേ പോസ് ചെയ്യാം, റീവൈൻഡ് ചെയ്യാം, ഫോർവേഡ് ചെയ്യാം, അതുപോലെ തന്നെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാം നെക്ക് ബാൻഡിലുണ്ട്. ചാർജ് ചെയ്യുക, ഉപയോഗിക്കാം. പക്ഷേ ഇത് നമുക്ക് ഗ്ലാസിന്റെ കാര്യം നമുക്ക് നോക്കാം. ആ ഒരു ഡയറക്റ്റ് കാണുന്ന സമയത്ത് കണ്ടല്ലോ എന്തുമാത്രം ബ്ലീച്ച് ആവുന്നു. കണ്ണ് മൊത്തം നമുക്ക് ഡയറക്റ്റ് കണ്ണിലോട്ടാണ് വരുന്ന ആ ബ്ലൂ രശ്മികൾ. പക്ഷേ ഈ ഗ്ലാസിലോട്ട് വരുന്ന സമയത്ത് സാധാരണ ഒരു വെളിച്ചം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ആ ഒരു കണ്ണുകൾക്ക് നമുക്ക് ഇത് റെഗുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കണ്ണ് ഡാമേജ് ആവാൻ കുറേ സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ കുറേ ആൾക്കാർ ഇപ്പൊ ചെറുപ്പം തൊട്ട് തന്നെ കുട്ടികൾ തന്നെ തുടങ്ങുകയാണെങ്കിൽ എല്ലാവരും കണ്ണാടി ഇട്ട് നടക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക യൂസേജ് ആണ്, ഫുഡിന്റെ ഹാബിറ്റ് ആണ്. എപ്പോൾ കണ്ടാലും ഫോൺ അല്ല, TV, അങ്ങനെ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, ഇതല്ലാണ്ട് കുട്ടികളെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് നമ്മളാണ് അവർ മാറ്റിയേക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇനിയും അവരെ മാറ്റാനൊന്നും പറ്റില്ല. അപ്പൊ അവർക്ക് ഈ ഒരു കണ്ണട വാങ്ങിച്ചു കൊടുത്താൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കുറച്ചെങ്കിലും ബെനിഫിറ്റ് കിട്ടാൻ. അതാണ് നമുക്ക് മുതിർന്ന ആൾക്കാരാക്കിയിട്ട് എല്ലാവർക്കും ഈ മൊബൈൽ കൂടുതൽ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ ഇറിറ്റേഷൻസ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാതെ നിങ്ങൾ ഡയറക്റ്റ് നോക്കുക. കുറെ നേരം നമ്മൾ ഇരിക്കുമ്പോൾ കുറെ ദിവസം നമ്മൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് കണ്ണൊക്കെ ചോക്കുക, കണ്ണിൽ നിന്ന് വെള്ളം വരിക, കണ്ണൊന്ന് ചുറിയുക, ഇങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ അതിന് വേണ്ടത്, അത് കാരണമാവുന്നത് ഈ ബ്ലൂ ലൈറ്റ് ആണ്. അത് നമുക്ക് തടയാനാണ് ഈ ഒരു ഗ്ലാസ് നമുക്ക് വന്നത്. ഇത് വേറെ കഴിഞ്ഞാൽ കണ്ണിലോട്ട് ഡയറക്റ്റ് വരുന്നില്ല. അതിനാൽ നിങ്ങൾക്ക് ഒരു കണ്ണിനൊരു പ്രൊട്ടക്ഷൻ ആണ് നൽകുന്നത്. മാത്രമല്ല ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് ഇയർഫോൺ സൗജന്യമാണ്. ഇത് നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കുക.
ഒരുപാട് നേരത്തേക്ക് നമുക്ക് നല്ല രീതിയിലുള്ള സൗണ്ട്, ആ ഒരു മ്യൂസിക്കുകളും എല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാം. എന്താ ഒരു കോൾ വരുന്നു, നിങ്ങളൊരു ഡെലിവറി പേഴ്സൺ ആണ്, പെട്ടെന്ന് നമുക്ക് അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇയർഫോൺസ് ആവശ്യമാണ്. കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സെന്ററിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. തീർച്ചയായിട്ടും സിംഗിൾ ടാപ്പിലൂടെ നമുക്ക് ഇതുപോലെ കോൾ അറ്റൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനായിട്ട് അതിന് ഒരു ബട്ടൺ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ അപ്പ് സൈഡും ഡൗൺ സൈഡും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ഈ ഒരു കണ്ണാടിയിൽ നമുക്ക് 2 ഓപ്ഷൻ ആണ് കിട്ടിയേക്കുന്നത്, ബ്ലാക്ക് ഉണ്ട്, ട്രാൻസ്പെറന്റ് ഉണ്ട്. അപ്പൊ 2 കണ്ണാടികളിൽ ഏതാണ് നിങ്ങൾക്ക് സൂട്ട് ആവുന്നതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതനുസരിച്ച് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നു. അറിയാണ്ട് താഴെ വീണാലും പൊട്ടാത്ത ഒരു ക്വാളിറ്റിയിലാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർ, അധികം വീഡിയോസ് കോൾ ചെയ്യുന്ന ആൾക്കാർ, വീഡിയോസ് കാണുന്ന ആൾക്കാർ, നിങ്ങളുടെ ഫോണിൽ സ്പീക്കറിന്റെ കംപ്ലൈന്റ് ആണ്, അത്രയും സ്പീക്കറിന് വേണ്ടിയിട്ട് ഒരു 10,000-20,000 ചെലവ് കഴിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇയർബഡ് നമുക്ക് നെക്ക് ബാൻഡിലൂടെ യൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ, നിങ്ങൾ ചാർജ് ചെയ്യുക, ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ലെൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ മൊബൈലിലെ പ്രൊട്ടക്ഷൻ, ഒരു വീഡിയോ കോൾ ചെയ്യുന്ന ഒരുപാട് പേർക്ക് എന്ന് പറയാൻ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കാണും, അവർക്ക് ഇത് ആവശ്യമാണ്. മാത്രമല്ല കണ്ണിന് ഇറിറ്റേഷൻസ് കൊടുത്തുകൊണ്ട് മൊബൈലോ ലാപ്ടോപ്പോ ടിവിയോ നിങ്ങൾ കാണരുത്, അത് നിങ്ങൾക്ക് തന്നെയാണ് ദോഷകരം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ് ധരിക്കുക. നിങ്ങൾ ഏത് സമയത്ത് മൊബൈൽ ഉപയോഗിച്ചാൽ ഈ ഗ്ലാസ് നിങ്ങൾക്ക് വെയർ ചെയ്തുകൊണ്ട് കാണുന്ന സമയത്ത് ബ്ലൂ ലൈറ്റ് അത്ര എഫക്ട് ആവുന്നില്ല. രാത്രികാലങ്ങളാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഈ ഗ്ലാസ് നിങ്ങൾ ധരിക്കുക. അതുപോലെ തന്നെയാണ് നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ട്, ആ സമയം കൂടുതൽ നേരെ സ്പെൻഡ് ചെയ്യുന്നത് വല്ല ലാപ്ടോപ്പിലോ, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ്, മൊബൈലിലോ ആയിരിക്കും. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഇത് ആവശ്യം തന്നെയാണ്. ലാസ്റ്റ് 9 മിനിറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ആ ഒരു മാറ്റം എന്താണെന്ന് നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഞങ്ങളൊക്കെ എന്നും ഷോ ചെയ്യുന്നത് തന്നെ ഒരുപാട് ലൈറ്റിന്റെ ഇടയിലാണ്. അപ്പൊ ഞങ്ങൾക്കറിയാം അതിന്റെ ഇറിറ്റേഷൻസ് എന്താണെന്ന്, ഡയറക്റ്റ് ലൈറ്റ് അടിക്കുമ്പോൾ. പക്ഷേ ഈ ഗ്ലാസ് വേറെ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് പോലും ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു ഗ്ലാസിന്റെ ശക്തി എത്രത്തോളം ആണെന്ന്. കാരണം ഒരു പരിധി വരെ നമുക്ക് ആ ഇറിറ്റേഷൻസ് ഒന്നും നമുക്ക് ഇല്ല. ഡയറക്റ്റ് നമ്മള് നല്ല നേരെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഷോ ചെയ്യുന്നത്. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പവും നിങ്ങൾക്ക് വരില്ല. അപ്പൊ നിങ്ങൾ ഇത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഹെവി ആയിട്ട് വരുന്ന ആ ഒരു ബ്ലൂ റേസിൽ നിന്ന് നമുക്ക് ഇതുപോലെ എന്താ പറയാ, നമുക്കൊരു മോചനം കിട്ടാനുള്ള സാധ്യത, നമുക്കൊരു എന്താ പറയാ, നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കണ്ണിന് യാതൊരു സ്ട്രെസ് നമ്മൾ കൊടുക്കുന്നില്ല, ഇറിറ്റേഷൻ വരുന്നില്ല, ഡ്രൈനെസ് വരുന്നില്ല. ആ ഒരു കണ്ണുകളുടേതായ പവർ നമുക്ക് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിരുന്നാലും ശരി. ഇത്ര നേരം നിങ്ങൾ ഫോൺ നോക്കുകയാണെങ്കിൽ അത് നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റില്ല. അപ്പൊ ഫോൺ നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഓൾട്ടർനേറ്റീവ് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇതുപോലത്തെ ഒരു കണ്ണട ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾക്ക് യാതൊരു ഡാമേജും ഇല്ലാതെ തന്നെ, വരുന്ന ഡാമേജ് അത്രയ്ക്കും നമുക്ക് കണ്ണുകൾക്ക് പോകാതെ നമുക്കത് കുറച്ചെടുക്കാനുള്ള സാധ്യത ഈ ഒരു കണ്ണാടി നമുക്ക് നൽകുന്നുണ്ട്. ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായിരുന്നാൽ പോലും ഗൂഗിൾ മാപ്പ് നോക്കാനായിരുന്നാലും ശരിയില്ല, നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ മാപ്പ് വേണം, എന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. ഇല്ല ഏത് കാര്യമായിരുന്നാലും ഫോൺ നമുക്ക് ആവശ്യമാണ്. ഫോൺ സംസാരിക്കാനായിരുന്നാലും വീഡിയോ കോൾ ആയിരുന്നാലും ശരി, വീഡിയോസ് കാണുന്ന സമയത്ത്, ഫോൺ ഗെയിം കളിക്കുന്ന സമയത്ത്, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിരുന്നാലും ശരി, എല്ലാത്തിനും ഫോൺ വേണം. അപ്പൊ ഈ ഒരു കണ്ണാടി ധരിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലതായിരിക്കും. ലാസ്റ്റ് 7 മിനിറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ലാസ്റ്റ് 7 മിനിറ്റുകൾ. ഇപ്പോൾ ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ എല്ലാവരും മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്, ടി വി കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഈ ഒരു ഗ്ലാസ്. എന്തുകൊണ്ട്? അതിൽ നിന്ന് വരുന്ന ആ ഒരു ബ്ലൂ ലൈറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. രാവിലെ ആ വെളിച്ചത്തിൽ നമ്മൾ ടി വി ഓൺ ചെയ്യുമ്പോഴും രാത്രിയിൽ ആ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് ടി വി ഓൺ ചെയ്ത് നമ്മളുടെ വ്യത്യാസം പെട്ടെന്ന് നമ്മുടെ കണ്ണിലേക്ക് ഒരു ബ്ലൂ ലൈറ്റിങ് അടിച്ച് വരുമ്പോൾ നമുക്ക് തന്നെ പെട്ടെന്ന് ഒരു തലവേദന എടുക്കുന്ന ഒരു ഫീൽ ആയിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് വേണ്ടത് എന്താണ്? ടി വി കണ്ടോളൂ, ഗ്ലാസ് ഉപയോഗിച്ചോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അപ്പോൾ ഗ്ലാസ് എല്ലാവർക്കും വെയർ ചെയ്യാൻ സാധിക്കുന്നു. എല്ലാവരുടെ കണ്ണിലേക്കും എന്താ പറയുക, ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ സൗജന്യമായിട്ട് ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് ഉണ്ട്. വന്നോളൂ, വാങ്ങിച്ചോളൂ. 2 ഓപ്ഷൻ ഉണ്ട്, ട്രാൻസ്പെറന്റ് ഉണ്ട്, ബ്ലാക്ക് കളർ ഫ്രെയിമും ഉണ്ട്. ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് ഇത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് നെക്ക് ബാൻഡും നമുക്ക് ഇതിനോടൊപ്പം തന്നെ സൗജന്യമായിട്ട് വരുന്നു. ഇനി ഗ്ലാസ് നോക്കാം. പേഴ്സണലി ഞാൻ വെയർ ചെയ്യുന്നുണ്ട്, വീട്ടിൽ പോയാലും അല്ല ഇവിടെ വന്നാലും ഞാൻ വെയർ ചെയ്യുന്നുണ്ട്. ഈ ഗ്ലാസ് മാത്രമല്ല, ഇവിടെ ലഭിക്കുന്ന ഈ ഒരു നെക്ക് ബാൻഡ് നോക്കാം. മാഗ്നറ്റ് ആണ്, നല്ല കുഷനാണ്, കാത് വേദന എടുക്കുന്നില്ല. റൈറ്റ് സൈഡാണ് അതിന്റെ കൺട്രോൾ പാനൽ വന്നിരിക്കുന്നത്, കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ഗ്ലാസിന്റെ കാര്യം പറഞ്ഞാൽ ഹാർംഫുൾ ആയിട്ടുള്ള ബ്ലൂ ലൈറ്റിനെ തടയുക, നിങ്ങളുടെ കണ്ണിന് നല്ല വിഷൻ ഉറപ്പുവരുത്തുക, കണ്ണിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുക. തീർച്ചയായിട്ടും കണ്ണുകൾക്ക് സേഫ്റ്റിയാണ് ഈ ഒരു കണ്ണട എന്ന് പറയുന്നത്. ഇത്രയെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു ഹാർംഫുൾ ആയിട്ടുള്ള ബ്ലൂ റേസിൽ നിന്ന് നിങ്ങളുടെ കണ്ണുകളെ സുരക്ഷിതമായിട്ട് വെക്കുവാനായിട്ട് ഈ ഒരു കണ്ണാടി ഹെൽപ്ഫുൾ ആയിട്ടാണ് നിങ്ങൾക്ക് ഇരിക്കാൻ പോകുന്നത്. ജസ്റ്റ് 399 രൂപ നിങ്ങളുടെ കണ്ണുകൾക്ക് വേണ്ടിയിട്ട് 399 രൂപ ചെലവഴിക്കുന്നതിൽ ഒരിക്കലും ഒരു പ്രശ്നം വരുന്നില്ല. ഒരു ഫോണിന് വേണ്ടിയിട്ട് നമ്മൾ 10,000 20,000 ചെലവഴിക്കുമ്പോൾ ഇത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അത് കാണാൻ, ആ ഒരു ഫോൺ നമുക്ക് കാണണമെങ്കിൽ നമുക്ക് ആ ഒരു കണ്ണ് വേണം. അപ്പൊ ആ ഒരു കണ്ണിന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടായാലല്ലേ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് വളരെ ശരിയാണ്. കാരണം നമ്മള് എന്താ പറയാ, നമ്മൾ മനുഷ്യർ നിർമ്മിച്ച ക്യാമറയുടെ ലെൻസിന് പോലും ഒരുപാട് കാശ് കൊടുത്ത് മേടിക്കുന്നവരാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ ആൾക്കാർ പ്രൊട്ടക്ഷൻ ഇടുന്നുണ്ട് അല്ലേ. പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് എന്താ പറയാ, ജനറ്റിക്കലി നമ്മൾ ജനിക്കുമ്പോഴേ നമ്മളോടൊപ്പം ഉള്ള ലെൻസ് ആണ് കണ്ണെന്ന് പറയുന്നത്. അപ്പൊ അതിന്
വെറുതെ കേടാക്കാതെ അതിന്റെ ഒരു സുരക്ഷയ്ക്കായിട്ട് ചെറിയൊരു എമൗണ്ട് 390 രൂപ മേടിച്ച് ഉപയോഗിക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഒരിക്കലും തെറ്റില്ല. നിങ്ങളുടെ കണ്ണുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോരോ എമൗണ്ടും നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾ തന്നെ ആലോചിക്കും, ഓ അന്ന് ഞാൻ ചെയ്തതുകൊണ്ടാണ് ഇപ്പോഴും എന്നെ കൊണ്ട് എനിക്ക് നല്ലതുപോലെ കാണാൻ പറ്റുന്നതെന്നുള്ള ഒരു കാര്യം നിങ്ങൾ ആലോചിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾ 390 വലിയ കാശാണെന്നൊന്നും ആലോചിക്കരുത്. നിങ്ങൾ ഫോണിന് വേണ്ടിയിട്ട് ഒരു ഫോണിന്റെ ടെമ്പർ ഗ്ലാസിന് വേണ്ടിയിട്ട് പോലും നമ്മൾ 100-200 ഒക്കെ ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കണ്ണുകൾക്ക് വേണ്ടിയിട്ട് ഒരു കണ്ണാടി വാങ്ങുന്നതിൽ ഒരിക്കലും കുറ്റം വേണം. അതാണ് വളരെ ശരിയാണ്. അപ്പൊ വീട്ടിലിപ്പോ നമ്മളെ കണ്ടാണ് കുട്ടികൾ ശീലിക്കുന്നത്. അപ്പൊ നമ്മൾ വീട്ടിൽ പോയി എന്ത് ചെയ്യും, നേരെ എടുക്കും, മൊബൈൽ എടുക്കും. അപ്പൊ ആ സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യും, എന്തോ ഉണ്ട് മൊബൈൽ അവരെടുക്കും. അപ്പൊ നമുക്ക് അപ്പൊ അങ്ങനെ കുട്ടികൾ മൊബൈൽ യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ചെറുപ്രായത്തിൽ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ലൈറ്റ് അടിച്ചടിച്ചടിച്ച് ഒരു പ്രായം കഴിയുമ്പോൾ അവരുടെ കാര്യത്തിൽ തീരുമാനം, കണ്ണിന്റെ കാര്യത്തിൽ. കാരണം കണ്ണട ഇടേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പൊ നമ്മൾ കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ കണ്ണട ഇടുന്നത്. അപ്പൊ ആ ഒരു നമുക്ക് സേഫ്റ്റി തുടക്കം തൊട്ട് തന്നെ നമുക്ക് കൊടുക്കുക. അപ്പൊ നമ്മൾ ഉപയോഗിക്കുമ്പോഴും അല്ല നമ്മളെ കണ്ട് കുട്ടികൾ ഉപയോഗിക്കുക ഗ്ലാസ്, അതാണ് വേണ്ടതല്ലേ. തീർച്ചയായിട്ടും പിക്ക് എനിവൺ ഓപ്ഷനിൽ ട്രാൻസ്പെറന്റ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ ബ്ലാക്ക് ഫ്രെയിം, 2 കളർ നിങ്ങൾക്ക് ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കണ്ണുകൾക്ക് യോജിച്ചത് ഏതാണോ അങ്ങനത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചില ആൾക്കാർക്ക് വൈറ്റ് ആയിരിക്കും ഇഷ്ടപ്പെട്ടത്, ഇതുപോലെ ട്രാൻസ്പെറന്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ട്രാൻസ്പെറന്റ് യൂസ് ചെയ്യാമില്ല. ബ്ലാക്ക് ഫ്രെയിം ആണ് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് ആയിരുന്നാൽ പോലും നിങ്ങളുടെ ഫ്രണ്ട്സ് കൂടുതലായിട്ട് ഇതുപോലെ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, അച്ഛൻ ഇതുപോലെ ഫോൺ കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കായിരുന്നാലും ശരി, ചേട്ടന് അനിയനായിരുന്നാലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ നല്ല ഗിഫ്റ്റിംഗ് ഓപ്ഷനും കൂടിയിട്ടായിട്ട് നമുക്ക് പറയാം. വളരെ ശരിയാണ്. ലാസ്റ്റ് 4 മിനിറ്റുകൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. 80% ഡിസ്കൗണ്ട് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഡയറക്റ്റ് ഫാക്ടറി ബേസിൽ ആയതുകൊണ്ട് മാത്രം. പക്ഷേ ഇതേ ഗ്ലാസ് നിങ്ങൾ പുറത്തുനിന്ന് മേടിച്ചാൽ കാശ് കൂടുതലാണ്. പക്ഷേ ഗ്ലാസ് മേടിച്ചാലും ഇയർഫോൺസ് ഒന്നും ആരും തരൂല. ഇവിടെ നമുക്ക് ഇയർഫോൺസ് സൗജന്യമാണ്. കണ്ണിന് ഇറിറ്റേഷൻസ് വരികയാണ് കൂടുതൽ മൊബൈൽ നോക്കി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധരിക്കേണ്ടത് ഈ ഒരു ബ്ലൂ ലെൻസ്, അതായത് ബ്ലൂ ലൈറ്റ് കട്ട് ചെയ്യുന്ന ഗ്ലാസ് തന്നെയാണ്, മൊബൈൽ ഗ്ലാസ് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ നെക്ക് ബാൻഡ് കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ആരുടെ ശല്യം ഇല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ഒരു മൂവിയെ കാണാനും അതുപോലെ തന്നെ ഒരു നമുക്ക് ഡിസ്റ്റർബൻസും ഇല്ലാതെ നമുക്ക് മാറി ഇരുന്ന് കാണാം. തീർച്ചയായും നിങ്ങളുടേതായ ഫോൺ നിങ്ങൾക്ക് എന്തെങ്കിലും പാട്ട് കേൾക്കുന്ന സമയത്ത്, വീഡിയോസ് കാണുന്ന സമയത്ത്, സിനിമയൊക്കെ കാണുമ്പോൾ ബാക്കി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് പോലും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആകുമ്പോൾ ഈ ഒരു ഹെഡ്ഫോൺ, നമുക്ക് ഈ ഒരു നെക്ക് ബാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ പാട്ടിന് നിങ്ങൾക്ക് എന്താ പറയുക ഒരു മൂവി കാണാനായിരുന്നാലും എല്ലാം കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ എല്ലാ മൂവിയും OTT-യിലാണ്. അപ്പോൾ OTT-യിൽ കാണുന്ന ആൾക്കാർ, ചില ആൾക്കാർ TV-യിൽ കാണും, ചില ആൾക്കാർ ഫോണിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് കാണും. അപ്പോൾ അങ്ങനെ ഏതൊരു പേർപ്പസിനായിരുന്നാലും ഇതുപോലെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വാക്കിംഗ് ചെയ്യുന്ന സമയത്തായിരുന്നാലും ഈ ഒരു നെക്ക് ബാൻഡ് യൂസ് ചെയ്യാം. എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, പാലക്കാട്, നെടുമ്പാശ്ശേരി, കണ്ണൂർ, കോട്ടയം, കാസർഗോഡ്, പത്തനംതിട്ട ആയിക്കോട്ടെ, സുൽത്താൻ ബത്തേരി ആയിക്കോട്ടെ, ഇപ്പം നെടുമ്പാശ്ശേരി ആയിരുന്നാലും കാക്കനാട് ആയിരുന്നാലും ശരി, ഒല്ലൂരായിരുന്നാലും ശരി, ഏത് ജില്ലയും ഏത് സ്ഥലമായിരുന്നാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ വെറും 390 ലാസ്റ്റ് 3 മിനിറ്റുകൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. ഷോ കഴിഞ്ഞാലും നിങ്ങൾക്ക് വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്യുക, കോഡ് നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങളുടെ പിൻകോഡ് പറയുക. നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ ഒരു മൊബൈൽ യൂസ് ചെയ്യുന്നവരാണോ? ഇപ്പോൾ ഒരുപാട് ചേച്ചിമാരായാലും ചേട്ടന്മാരായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ചിന്തിച്ചു, എനിക്ക് കണ്ണിന് ഇതേപോലെ എനിക്ക് ഇറിറ്റേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കണ്ണിന് ഇങ്ങനെ വെള്ളം വരുമായിരുന്നു ഈ മൊബൈൽ നോക്കുമ്പോൾ. നിങ്ങളിങ്ങനെ പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള അനുഭവം നിങ്ങളിപ്പോൾ ഓർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഈ ഒരു ഗ്ലാസ് ആണ്. കാരണം ഇത് നമുക്ക് ബ്ലൂ ലൈറ്റിനെ തടയുകയാണ് ചെയ്യുന്നത്. കണ്ണിലേക്ക് നമുക്ക് ഒരു ഇറിറ്റേഷൻസ് നൽകുന്നില്ല. കണ്ണിലെ ഇറിറ്റേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക, ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. കാരണം കണ്ണിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക വെള്ളം ഇങ്ങനെ വരിക, അതുപോലെ തന്നെ നമുക്കൊരു ചൊറിച്ചിൽ, ഒരു ഇറിറ്റേഷൻസ് കണ്ണിലുണ്ടാവും. ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് വേണ്ട. ഈ ഗ്ലാസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഗ്ലാസ് ഉപയോഗിച്ച് മൊബൈൽ നോക്കുക, TV നോക്കുക. നിങ്ങൾ സിസ്റ്റം യൂസ് ചെയ്യുന്നവരാണ്, IT ഫീൽഡിലുള്ളവരാണ്, നിങ്ങൾക്ക് ആവശ്യം വന്നേക്കാം. അപ്പോൾ നിങ്ങളൊരു മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്, ഇപ്പോൾ എന്താ പറയുക നിങ്ങളൊരു ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് എപ്പോഴും സിസ്റ്റത്തിലാണ് ജോലി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണം ഈ ഒരു മൊബൈൽ ഗ്ലാസ്. ഇനി കുട്ടികൾ ഗെയിം കളിക്കുന്ന സമയത്ത്, രാത്രികളാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഗെയിം കളിക്കുന്നത്, ആ സമയത്ത് പോലും അവർക്ക് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. മുതിർന്ന ആൾക്കാർ TV കാണുന്നുണ്ടോ, സീരിയൽ കാണുന്നുണ്ടോ, ആ സമയത്തും അവർക്ക് ഇത് ഉപയോഗിക്കാം. 390 ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിളിക്കുക. തീർച്ചയായിട്ടും 390 ഇഷ്ടപ്പെടുവാണെങ്കിൽ വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നു. പിക്ക് എനിവൺ ഓപ്ഷനിൽ ട്രാൻസ്പെറന്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ 2 കളർ ഓപ്ഷനിൽ നമുക്ക് ഏതാണ് വേണ്ടത്, 2 ഇതിൽ ഏത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അതനുസരിച്ച് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നു. മാത്രമല്ല നമുക്ക് ഇപ്പൊ നോക്കാം, ബ്ലാക്ക് ആ ഒരു ഫ്രെയിം ഞാനിപ്പോൾ പേഴ്സണലി ഉപയോഗിക്കുന്നുണ്ട്. അതാ കണ്ടല്ലോ, ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ്, ഇതാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. എന്ത് സേഫ്റ്റി എന്നറിയോ, ഇത്രയും വലിയ ലൈറ്റ് പോലും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. അതിനൊപ്പം തന്നെ സൗജന്യമായിട്ട് വരുന്ന ഈ ഒരു നെക്ക് ബാൻഡ് നിങ്ങൾ നോക്കുക, മാഗ്നറ്റ് ആണ്, നല്ല കുഷനാണ്, കാതും വേനെടുക്കുക, ഒരുപാട് നേരം നമുക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഗ്ലാസിന് നോക്കാം, ഹാംഫുൾ ആയിട്ടുള്ള ബ്ലൂ ലൈറ്റിനെ നമുക്ക് ബ്ലോക്ക് ആണ് ചെയ്യുന്നത്. ബ്ലോക്ക് ചെയ്ത് നമുക്ക് കണ്ണിലോട്ട് ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കുന്ന ഇതിലൂടെ നമുക്കത് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു ലൈവ് ആയിട്ടുള്ള ഡെമോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന എന്തുമാത്രം ഡിഫറൻസ് ആണ്. സാധാരണ ഒരു ലൈറ്റ് ഡയറക്റ്റ് കാണുന്ന സമയത്തും ഈ ഒരു കണ്ണാടി ത്രൂ നമുക്ക് കാണുന്ന സമയത്തും ഉള്ള വ്യത്യാസമാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പൊ ഈ ഒരു വ്യത്യാസം കണ്ടിട്ട് പോലും നിങ്ങൾക്ക് ഓക്കെ വാങ്ങിക്കുക എന്ന് തോന്നുവാണെങ്കിൽ വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാം. അടുത്ത ടെസ്റ്റ്, അതായത് ബ്ലൂ ലൈറ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത്. ഡയറക്റ്റ് അടിക്കുന്ന സമയത്ത് അവിടെ മൊത്തം ബ്ലൂ ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കും. പക്ഷേ ഈ ഗ്ലാസ്സിലൂടെ ആണെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവുന്നില്ല. അതാണ് ആ ഒരു വ്യത്യാസം. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ കണ്ണിനെ നമുക്ക് സേഫ്റ്റി നൽകുന്നത് ഈ ഒരു പ്രോഡക്റ്റ്. അതുകൊണ്ടാണ് പറയുന്നത് കണ്ണിന്റെ സേഫ്റ്റി വളരെ വലുതാണ്, അത് ആവശ്യമാണ്. ഇത്രയും ബുദ്ധിമുട്ടി മൊബൈൽ നോക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതാണ് നമുക്ക്, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഈ ഒരു ഫോൺ നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്പോഴും
നിങ്ങൾക്ക് കണ്ണുവേദന എടുത്താൽ പോലും ആരും ഒന്നും മാറ്റി വെക്കുന്നില്ല, അവരപ്പോഴും ഫോൺ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഈ ഒരു കണ്ണാടി ധരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങളെ കൊണ്ട് ഫോൺ മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ അപ്പൊ ഇങ്ങനത്തെ ഒരു കണ്ണാടി വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും, ഒരു കാലത്ത് തൊട്ട് വൈകിട്ട് വരെ നിങ്ങൾക്ക് ഇരുന്നിട്ട് ഈ ഒരു ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതാണ് ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. സൗജന്യമായിട്ട് നെക്ക് ബാൻഡ് ഇയർഫോൺസ് നോക്കുക. എല്ലാവർക്കും ആവശ്യം സാധാരണ ഇയർഫോൺസിന്റെ കാലമൊക്കെ കഴിഞ്ഞു, അത് നമ്മൾ ഇപ്പോഴും ഉപയോഗിച്ച ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവിടെ എവിടെയായിട്ട് നമുക്ക് കുരുങ്ങി പോകും. പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു പ്രോബ്ലം ഒന്നുമില്ല, ഫ്രീ ആയിട്ട് കിട്ടിയാലും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്. ചാർജ് ചെയ്യുക, ഉപയോഗിക്കുക. നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. സെന്ററിൽ ആ കോൾ കട്ട് ചെയ്യാം, അതുപോലെ തന്നെ പോസ് ചെയ്യാം, പ്ലേ ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാം. വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഫോർവേഡ് ചെയ്യാം. ഇവന്റെ എല്ലാത്തിന്റെ ഓപ്ഷൻ നമുക്ക് നെക്ക് ബാൻഡിൽ തന്നെ ഉണ്ട്. പക്ഷേ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് ഐ പ്രൊട്ടക്ഷൻ മൊബൈൽ ഗ്ലാസ്. അതിന് പിക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. 390 രൂപയ്ക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം തന്നെ വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്യുക. ഇത് ഞങ്ങളുടെ സേഫ്റ്റി അല്ല, നിങ്ങളുടെ കണ്ണുകളുടെ സേഫ്റ്റിയാണ്. അപ്പോൾ ആലോചിക്കുക, ഓർഡർ ഫോർ ഇറ്റ് റൈറ്റ് നൗ.